അതൊക്കെ ഷഹൻഷായുടെ മനസ്സുപോലെ. പിന്നെ മറ്റൊന്നു കൂടിയുണ്ട് രാജൻ. താങ്കൾ ഇത്രയും വിലപിടിപ്പുള്ള മനോഹരമായ കാഴ്ചകളാണ് നമുക്ക് സമർപ്പിച്ചിരിക്കുന്നത്. അതിനു പകരമായി താങ്കൾ നമ്മോടൊപ്പം വിരുന്നിൽ പങ്കെടുക്കണം. നാം അങ്ങയുടെ ഈ മഹാമനസ്കതയെ വിലമതിക്കുന്നു ഷഹൻഷാ. പക്ഷെ ഞങ്ങളുടെ രീതി അനുസരിച്ച് പെൺകുട്ടിയുടെ വീട്ടിൽ നിന്നും ജലപാനം പോലും ചെയ്യാറില്ല. അതുകൊണ്ട് നമുക്കിവിടുന്ന് ഭക്ഷണം കഴിക്കാനാവില്ല. ആയതിനാൽ ക്ഷമിച്ചാലും നാം ഇങ്ങനെ തന്നെ മടങ്ങാൻ ആഗ്രഹിക്കുന്നു. ഈ ചടങ്ങുകളും ഈ രീതികളും നാം ഇത്രമാത്രമാണ് ആഗ്രഹിച്ചത്. താങ്കളുടെ മകളുടെ കൈകൾ കൊണ്ട് പാകം ചെയ്ത ഭക്ഷണം രുചിച്ചു നോക്കണമെന്ന്. ഷഹൻഷാ, ഇത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. പാചകം എന്ന കലയിൽ അതിനിപുണയാണ് ഞങ്ങളുടെ പ്രിയ ജോധ. ഒന്നിനു പുറകെ ഒന്നൊന്നായി എത്രയോ കഴിവുകൾ. നമുക്ക് തീർച്ചയായും ജ്യോതിയുടെ കൈകൾ കൊണ്ട് പാകം ചെയ്ത ഭക്ഷണത്തിന് സ്വാദ് ആസ്വദിക്കണം. ജ്യേഷ്ഠന് നമ്മെ പ്രശംസിക്കേണ്ട വല്ല കാര്യവും ഉണ്ടായിരുന്നു. എന്നെ കഷ്ടപ്പെടുത്താൻ ചക്രവർത്തിക്ക് ഒരവസരം കൂടി നൽകിയിരിക്കുന്നു. അതെ, ഇത് കുറച്ചുകൂടി നന്നായി ഒന്ന് പൊടിക്കൂ. നോക്കൂ മാറു, നാം പാകം ചെയ്യാം. ഇനി നാം അദ്ദേഹത്തിന് വേറൊരു അവസരം കൊടുക്കില്ല. ആഹാരത്തിൽ എന്തെങ്കിലും പിഴവ് വന്നാൽ എന്നെ വീണ്ടും കുറ്റപ്പെടുത്താൻ തുടങ്ങും. എന്താ ആലോചിക്കുന്നേ? അതായത് നാം ആരെ ഏറ്റവും വെറുക്കുന്നുവോ അദ്ദേഹത്തിന് വേണ്ടി നാം പാകം ചെയ്യുന്നു. അത് സാരമില്ല, ഇങ്ങനെ ചിന്തിക്കൂ. ഷെഹൻഷായ്ക്ക് വേണ്ടിയല്ല, മഹാരാജാവിനും റാണിക്കും വേണ്ടിയാണ് പാചകം ചെയ്യുന്നതെന്ന്. ഞാനിവിടെ നിന്നോടൊരു കാര്യം പറയാനാണ് വന്നിരിക്കുന്നത് ബീഗം. ഞങ്ങളുടെ ഇവിടുത്തെ രീതി അനുസരിച്ച് ഷെഹൻഷായ്ക്ക് ഭക്ഷണം വിളമ്പുന്നതിന് മുന്നോടിയായി ആഹാരമുണ്ടാക്കിയത് ആരോ അവർ അത് രുചിച്ചു നോക്കേണ്ടതാണ്. ആ ഉത്തരവാദിത്വം ഇന്ന് നീ ചെയ്തിരിക്കണം. ഇത് ഷെഹൻഷായുടെ സുരക്ഷയുടെ കാര്യമാണ്. നോക്കൂ, നാം രുചിച്ചു കഴിഞ്ഞു. ഇപ്പോൾ നിങ്ങളുടെ ചക്രവർത്തി സുരക്ഷിതനാണ്. വേണമെങ്കിൽ നിങ്ങളും ഇത് രുചിച്ചു നോക്കിക്കോളൂ. നീ നല്ല സ്വാദുള്ള ഭക്ഷണം തന്നെയാണ് പാകം ചെയ്തിരിക്കുന്നത് ജ്യോത. ഷെഹൻഷാ, കഴിച്ചാലും
നോക്കിക്കോ, ഇനി ജലാലിന്റെ കോപം അവന് തന്നെ നിയന്ത്രിക്കാനാവില്ല. അവൻ തീർച്ചയായും ജ്യോതയെ വഴക്ക് പറയും. ഇത്രയും എരിവുള്ള ആഹാരം ജലാൽ ഒന്നും മിണ്ടാതിരുന്ന് കഴിക്കുന്നു. ജലാലിന്റെ ഉദ്ദേശം എന്തായിരിക്കും? ജലാൽ, എന്തുപറ്റി ജലാൽ? നിനക്ക് എന്തെങ്കിലും സംഭവിച്ചോ? എന്താ നീ ഇങ്ങനെ സദസ് ഉപേക്ഷിച്ച് ഇങ്ങോട്ട് പോകുന്നത്? ജ്യോതാബികത്തെ എത്രയും പെട്ടെന്ന് നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരൂ. ജ്യോതാബികത്തെയോ? എന്തിന്? അവൾ എന്തെങ്കിലും തെറ്റ് ചെയ്തോ? ചെല്ല്. ശരി. എനിക്ക് തോന്നുന്നു മരുമകൻ ആദ്യമായാണ് അമീറിൽ നിന്നും ആഹാരം കഴിക്കുന്നതെന്ന്. അതുകൊണ്ട് അറിയില്ല ആഹാരം ഇഷ്ടപ്പെട്ട് കാണുമോ ഇല്ലയോ എന്ന്. ആഹാരം നാം നന്നായി തന്നെയാണ് പാകം ചെയ്തിരിക്കുന്നത്. വിളമ്പുന്നതിന് മുൻപ് നാം അത് സ്വയം രുചിച്ചു നോക്കിയിരുന്നു. ജ്യോതാബികം, ഷെഹൻഷാ നിന്നെ കാണാൻ ആഗ്രഹിക്കുന്നു. അങ്ങ് നമ്മെ വിളിപ്പിച്ചോ? വിളിക്കാൻ നാം ആഗ്രഹിച്ചിരുന്നില്ല. പക്ഷെ ഇത്തരം തരം താഴ്ന്ന പ്രവൃത്തി എങ്ങനെയെന്നൊന്ന് അറിയണമെന്ന് തോന്നി. ആഹാരത്തിൽ ഇത്രയും എരിവ് നമ്മുടെ നാവ് മാത്രമല്ല തൊണ്ടയും നീറിപ്പോയിരുന്നു. നിനക്കറിയാമോ, ഈ ലോകത്തിലെ ഏറ്റവും നല്ല പാചകക്കാർ പോലും അവരുടെ ഭക്ഷണം നമ്മുടെ മേശപ്പുറത്ത് വിളമ്പാൻ ആഗ്രഹിച്ച് കൊതിയോടെ കാത്തിരിക്കുന്നുണ്ട്. അവർ ഉണ്ടാക്കിയ ആഹാരം നാം രുചിക്കുമ്പോൾ അത് അവരുടെ ഭാഗ്യമായാണ് അവർ കരുതി പോരുന്നത്. പക്ഷെ ഇന്ന് നീ നമുക്ക് ഇതുപോലുള്ള ആഹാരം വിളമ്പി. എന്നിട്ടും നാം എല്ലാവർക്കും മുൻപിൽ നിശബ്ദനായിരുന്നു. കാരണം നമുക്ക് നിന്നോട് നാം നൽകിയ വാക്ക് പാലിക്കണമെന്നുണ്ടായിരുന്നു. നാം നിന്നെ നിന്റെ മാതാപിതാക്കളുടെ മുന്നിൽ അപമാനിക്കാൻ ആഗ്രഹിച്ചില്ല. പക്ഷെ നീ എന്റെ മാന്യതയെ ഇത്ര വൃത്തികെട്ട രീതിയിൽ ഉപയോഗിച്ചു. ഇനി നാം നിന്നെ നിന്റെ യഥാർത്ഥ സ്ഥാനം കാണിച്ചു തരും. ഇത് പറഞ്ഞ് അങ്ങ് നമ്മെ പേടിപ്പിക്കുകയാണോ? എന്നാൽ അങ്ങ് അതിൽ വിജയിച്ചിട്ടില്ല. നീ എന്താ ഇപ്പോൾ പറഞ്ഞത്? ഇത് തന്നെ. എനിക്ക് താങ്കളെ പേടിയില്ല. കാരണം നാം ഒരു കുറ്റവും ചെയ്തിട്ടില്ല. സ്വന്തം കുറവ് സമ്മതിക്കുക എന്നത് നിന്റെ സ്വഭാവത്തിൽ ഉള്ളതല്ലോ.
പക്ഷെ ഇതുപോലെയുള്ള അപമര്യാദ സഹിക്കുക എന്നത് എന്റെയും സ്വഭാവ രീതിയല്ല. നിനക്ക് ബോധ്യമുണ്ടോ ഏത് നാവാണോ നീ എരിയിച്ചത്? ആ നാവ് കൊണ്ടുള്ള ശബ്ദത്തിന് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന്. നിന്റെ കുടുംബത്തിന് മുന്നിൽ നിന്റെ ജീവൻ വരെ നഷ്ടപ്പെടുമായിരുന്നു. നാം വളരെയധികം ഇളവുകൾ ചെയ്തു, എന്നിട്ടും നീ ഇങ്ങനെ പെരുമാറിയെന്നു. നിനക്ക് അത്രയ്ക്കും ബോധ്യമില്ലാന്നുണ്ടോ ഒരു ഷഹൻഷായ്ക്ക് ഇതുപോലുള്ള ആഹാരം വിളമ്പിയാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതം എന്തായിരിക്കുമെന്ന്? നമുക്കിപ്പോഴും താങ്കളോട് ഒരു ഭയവും തോന്നുന്നില്ല. കാരണം നാം ആഹാരത്തിൽ അധികം എരിവ് ചേർത്തിട്ടില്ല. അതായത് നീ പറഞ്ഞതിനർത്ഥം ഇവിടെയുള്ള വേറെ ആരോ ഷഹൻഷായുടെ ഇത്തരം കളി കളിച്ചുവെന്നാണോ? നമുക്കറിയില്ല ആരെന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്ന്. പക്ഷെ നാം ഇത്രയും എരിവുള്ള ആഹാരം ഒരിക്കലും പാകം ചെയ്തിരുന്നില്ല. പിന്നെ ഒരു കാര്യം ശരിയാണ്, നാം വളരെ നന്നായാണ് പഠിച്ചിരിക്കുന്നത്, വളരെ നല്ല ഗുരുക്കന്മാരിൽ നിന്നും. അതുകൊണ്ട് തന്നെ നാം ഒരിക്കലും ആഹാരത്തെ നിന്ദിക്കില്ല. പിന്നെ നാം ആർക്കു വേണ്ടിയാണോ ആഹാരം ഉണ്ടാക്കുന്നത് അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കില്ല. പിന്നെ നമ്മുടെ കുടുംബത്തിലുള്ളവരുടെ അഭിമാനത്തെക്കുറിച്ച് ഇവിടെയുള്ള മറ്റാരേക്കാളും ആ കാര്യത്തിൽ നമുക്ക് ചിന്തയുണ്ട്. അതുകൊണ്ടാണ് നാം ഇന്നലെ അങ്ങയുടെ പക്കൽ ആഗ്രഹമില്ലാഞ്ഞിട്ടും അങ്ങയുടെ മുൻപിൽ വന്നത്, അങ്ങയോട് അഭ്യർത്ഥിച്ചത്. ഒരിക്കലും നാം സമ്മതിക്കുകയില്ലായിരുന്ന ആ വിപത്തിനും നാം സമ്മതിച്ചത്. നമ്മെ അപമാനിക്കാതിരിക്കാൻ അങ്ങ് നാം പറഞ്ഞത് സ്വീകരിക്കുകയും ചെയ്തു. പിന്നെ എന്തിനാണ് നാം പ്രതികാരം ചെയ്യുന്നത്? നമ്മുടെ കുടുംബക്കാർക്ക് നമ്മുടെ കണ്ണീര് കാണാൻ കഴിയില്ല. നമുക്കും അവർ സങ്കടപ്പെടുന്നത് സഹിക്കാനാവില്ല. അതുകൊണ്ട് അവരിവിടെ ഉള്ളിടത്തോളം അവരുടെ ഹൃദയത്തെ വേദനിപ്പിക്കുന്ന ഒരു കാര്യവും നാം ചെയ്യില്ല. അപ്പൊ നിനക്ക് നമ്മുടെ നാവിന്റെ നീറ്റലിനേക്കാൾ കൂടുതൽ ആ മനുഷ്യരുടെ ഹൃദയത്തിലേൽക്കുന്ന മുറിവിനാണ് വില. നിനക്ക് നമ്മെ പേടിയില്ല, പക്ഷെ അവരുടെ വിചാരങ്ങളെ ഭയമുണ്ട്. ശരി, ഞാൻ ഇപ്പോൾ തന്നെ നിന്റെ പിതാവിനെ പോയി കാണാം. അദ്ദേഹത്തോട് നമ്മുടെ കണ്ണിൽ നിനക്കുള്ള വില എന്താണെന്നും നാം നിന്നെ ഇവിടെ എന്തിനാണ് കൊണ്ടുവന്നിട്ടുള്ളതെന്നും പോയി പറയുന്നതാണ്. വേണ്ട, അവിടുന്ന് അങ്ങനെയൊന്നും ചെയ്യില്ല. നാം അങ്ങനെ തന്നെ ചെയ്യും. നാം ഇപ്പോൾ ഈ നിമിഷം തന്നെ ബാർമൽ രാജനെ പോയി കാണും. എന്റെ ഭഗവാനെ, നമ്മുടെ മാതാപിതാക്കൾ ഇതൊക്കെ അറിഞ്ഞാൽ നാം ഇനി എന്ത് ചെയ്യും? നമുക്ക് വലിയ തെറ്റുപറ്റി മോത്തി. നാം ഷെഹൻഷായോട് ദേഷ്യപ്പെടാൻ പാടില്ലായിരുന്നു. ഇനി അദ്ദേഹം നമ്മോട് പ്രതികാരം ചെയ്യാൻ എല്ലാ പരിധികളും ലംഘിക്കുന്നതാണ്. രാജാവ് ബാർമൽ, നാം അങ്ങയോട് ചിലത് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ഒരു ഷെഹൻഷാ എന്ന നിലയ്ക്കല്ല, ഒരു മരുമകൻ എന്ന നിലയ്ക്ക്. അച്ഛനും അമ്മയും വിചാരിക്കുന്നത് നാം ഇവിടെ വളരെ സന്തോഷത്തിലാണെന്നാണ്. പക്ഷെ ഷെഹൻഷാ അവരോട് പറയും നമ്മുടെ ബന്ധം എങ്ങനെയുള്ളതാണെന്ന്. അദ്ദേഹം പറയും ഈ വിവാഹത്തിന് യാതൊരു അർത്ഥവുമില്ലെന്ന്. അങ്ങ് എന്താണ് ഈ പറയുന്നത്? സത്യമാണ് പറഞ്ഞത് മഹാരാജൻ. നാം അങ്ങയോട് അതാണ് പറയുന്നത്. അങ്ങയുടെ മകൾ അങ്ങയിൽ നിന്ന് ഒളിക്കുന്നത് പിന്നെ അവളുടെ മനസ്സിൽ. ആ ഭക്ഷണം ഉണ്ടാക്കുന്ന കാര്യം സംഭവിച്ചില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. എന്ത് സംഭവിച്ചാലും അത് രാജാവും റാണിയും ആമീറിലേക്ക് തിരികെ പോയതിനു ശേഷം നടന്നിരുന്നെങ്കിൽ. നാം എന്ത് ചെയ്യും മോത്തി? അമ്മയോട് ഇനി ഞാൻ എന്ത് പറയും? ജോധ, ജലാൽ നിന്റെ അച്ഛനെ കാണാൻ വന്നിരുന്നു. ഇന്നലെ നീ നമ്മോട് പറഞ്ഞു നിങ്ങളുടെ ജീവിതം സന്തോഷകരമാണെന്ന്. അപ്പോൾ നാം വിശ്വസിച്ചു. പക്ഷെ ഇപ്പൊ നമുക്ക് മനസ്സിലായി ജലാൽ എന്തുകൊണ്ടാ അങ്ങനെ പറഞ്ഞതെന്ന്. ഞാൻ പറയുന്നതൊന്ന് വിശ്വസിക്കൂ അമ്മ. അല്ല, ഇങ്ങനെ എന്തിനാണ് കരയുന്നത് പുത്രി? ജലാൽ തീർച്ചയായും നിന്റെ കണ്ണുനീർ കണ്ടിട്ടുണ്ടാകും.
അതുകൊണ്ടാവും അദ്ദേഹം നിന്റെ അച്ഛനോട് പറഞ്ഞത് ഞങ്ങളോട് കുറച്ച് ദിവസം കൂടി ഇവിടെ നിൽക്കാൻ. കാരണം നിന്റെ മനസ്സിനും സമാധാനം കിട്ടും, പിന്നെ ഈ കണ്ണുനീരും ഇല്ലാതാകും. അതിനർത്ഥം അദ്ദേഹം അച്ഛനോടൊന്നും പറഞ്ഞിട്ടില്ലെന്നല്ലേ? പകരം അദ്ദേഹത്തോട് ഇവിടെ നിൽക്കാൻ പറഞ്ഞു. പക്ഷെ അതിനു മുന്നിലുള്ള അദ്ദേഹത്തിന്റെ ഉദ്ദേശം എന്താണെന്ന് നമുക്കറിയാം. നമ്മുടെ അച്ഛനെയും അമ്മയെയും കളിപ്പാട്ടമാക്കാൻ ഉദ്ദേശിക്കുകയാണ്. നമുക്കെതിരെ പോരിടാൻ വേണ്ടിയാണ്. എന്താ ആലോചിക്കുന്നത്? ഒന്നുമില്ലമ്മേ. ചിന്തിച്ച് ചിന്തിച്ച് നാം ആകെ വിഷമത്തിലായിരുന്നു. നമ്മുടെ പുത്രി ഇവിടെ ഏതവസ്ഥയിലായിരിക്കുമെന്ന്. പക്ഷെ ഇപ്പോ ഇവിടെ വന്ന ശേഷം നമ്മുടെ ആശങ്കയെല്ലാം മാറി. വിധി എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും ജോധ നല്ലതിനു വേണ്ടിയാണ് ചെയ്യുന്നത്. ഷെഹൻഷായെക്കുറിച്ച് മോശമായാ നാം കരുതിയത്. പക്ഷെ അദ്ദേഹം അത്ര മോശമൊന്നുമല്ല. ഇനി കരയാൻ പാടില്ല. നിന്റെ അച്ഛൻ അദ്ദേഹത്തിന്റെ ആഗ്രഹം സമ്മതിച്ചു. നാം കുറച്ചു ദിവസം കൂടി ഇവിടെ ഉണ്ടാകും. മറ്റാരും മനസ്സിലാക്കിയാലും ഇല്ലെങ്കിലും അങ്ങേക്ക് നമ്മെ മനസ്സിലാകുമല്ലോ കണ്ണ. ഷെഹൻഷാ മനഃപൂർവ്വമാണ് നമ്മുടെ അച്ഛനെയും അമ്മയെയും ഇവിടെ നിർത്തിയിരിക്കുന്നത്. അയാൾ നമ്മുടെ ബന്ധുക്കളുടെ മുന്നിൽ നമ്മുടെ നിസ്സഹായതയെ പ്രയോജനപ്പെടുത്താനാണ് ആഗ്രഹിക്കുന്നത്. അയാൾ എല്ലാവരുടെയും മുൻപിൽ നമ്മുടെ മുഖത്ത് പുഞ്ചിരി വരുത്തിക്കൊണ്ട് ഏകാന്തതയിലേക്ക് തള്ളിയിടാനാണ് ശ്രമിക്കുന്നത്. അങ്ങ് എന്തുകൊണ്ടാണ് ഇത് അനുവദിക്കുന്നത്? എന്തുകൊണ്ടാണ് കണ്ണ? നീ ചിരിക്കുകയാണോ? ചിരിക്കാതെ പിന്നെ മറ്റെന്ത് ചെയ്യാനാ? നമുക്ക് തോന്നുന്നത് അധിക ദിവസം ആഗ്രയിൽ അവൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്നാ. ഇന്ന് എന്താണോ സംഭവിച്ചത് അതിനുശേഷവും നാം അവളെ പോകാൻ അനുവദിക്കില്ല. ഇന്നു മുതൽ കുറച്ച് ദിവസത്തേക്ക് നാം അവളെ ഒന്നിനും അനുവദിക്കില്ല. ഇങ്ങനെ പതിയെ പതിയെ ശിക്ഷിച്ചുകൊണ്ട് അങ്ങ് പ്രശ്നം അവസാനിപ്പിക്കാത്തത് എന്തുകൊണ്ടാണ്? അതിന്റെ പിന്നിൽ കാരണങ്ങളുണ്ട്. പതിയെ തിന്നാൽ പനയും തിന്നാമെന്നാണല്ലോ. ശിക്ഷ അവൾക്ക് ഉറപ്പായും ലഭിക്കും. നാം ഓരോ നിമിഷവും അവളെ വേദനിപ്പിച്ചുകൊണ്ടേയിരിക്കും. എന്നാലും അവൾക്ക് അവളുടെ മാതാപിതാക്കളുടെ മുന്നിൽ പുഞ്ചിരിക്കേണ്ടി വരും. ഇപ്പോൾ നമുക്ക് മനസ്സിലായി ഈയിടെ ചതുരംഗം കളിക്കാൻ അങ്ങേക്ക് താല്പര്യമില്ലാത്തത് എന്താണെന്ന്. ശരിക്കും മനുഷ്യരുമായി അങ്ങേക്ക് ചതുരംഗം കളിക്കാൻ സാധിക്കുമ്പോൾ പിന്നെ ഈ പ്രതിമകളുമായി ആരാ കളിക്ക? അങ്ങിതെന്താണ് ചെയ്യുന്നത്? ശീലങ്ങൾ ഉണ്ടാക്കുകയാണ്. ശീലങ്ങളോ? ഒരു പഴയ ചൊല്ലുണ്ട് റുക്കിയ. ഒരു ബാദ്ഷായ്ക്ക് കുട്ടിക്കാലം മുതൽ ചെറിയ അളവിൽ വിഷം നൽകുകയുണ്ടായി. പതിയെ പതിയെ അയാളുടെ ശരീരത്തിന് വിഷം ആവശ്യ വസ്തുവായി മാറി. പിന്നെ അങ്ങനെ ഒരു സമയം വന്നു അയാളുടെ മേൽ ഒരു വിധത്തിൽപ്പെട്ട വിഷവും പ്രവർത്തിക്കാതെയായി. നാമും ജ്യോതയുടെ വിഷത്തെ പ്രതിരോധിക്കുകയാണ്. ഒരുപക്ഷെ മഹാമംഗ പറഞ്ഞത് ശരിയായിരിക്കും. ജ്യോതയ്ക്ക് അതുമാത്രം തട്ടിയെടുക്കാൻ പറ്റിയേക്കും. അങ്ങയുടെ പക്കലില്ലാത്തത് അങ്ങയുടെ മനസ്സ്. നീ പറഞ്ഞതിന്റെ അർത്ഥമെന്ന്